അവന് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ബൈക്കിൽ പോയപ്പം ബൈക്ക് ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു. അവൻ്റെ കൂടെയുള്ള കുഞ്ഞു മരിച്ചു പോയായിരുന്നു. അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. മോന് ഒരു മാസത്തോളം അവൻ വെന്റിലേറ്ററിലും ഐസിയുലും ആയിരുന്നു. ബോധവും ഇല്ലായിരുന്നു. 7-8 ദിവസത്തോളം അവന് ഒരു അനക്കം പോലും ഇല്ലാതെ കിടന്നതാണ്. കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ആ അവസ്ഥയിലേക്ക് അവൻ പോയായിരുന്നു. സംസാരിക്കത്തില്ലായിരുന്നു. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. ബ്രദറിനെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ടവല് കൊടുത്തു. അന്ന് എൻ്റെ പപ്പ ഐസിയുവിൽ കയറുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം കയറും. ആ സമയത്ത് ആ ടവല് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ എല്ലാം തുടച്ച് അത് അവിടെയുള്ളവർ കാണാതെ വേണം ചെയ്യാനായിട്ട്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ആ നാട് മുഴുവനും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ മരണനിലയിൽ കിടന്ന മോനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ആമേൻ. കോട്ടയത്ത് നിന്നും ആ സാക്ഷ്യം പറയാൻ നമ്മളോട് കൂടെ സെബിനാണ് ആയിരിക്കുന്നത്. പറഞ്ഞാട്ടെ ആന്റി, ആന്റിയുടെ പേരെന്താണ്? എൻ്റെ പേര് കൊച്ചുമോൾ എന്നാണ്. എൻ്റെ ഒരു സഹോദരൻ്റെ മോനാണിത്. അവന് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ബൈക്കിൽ പോയപ്പം ബൈക്ക് ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു. ചെന്നു അവൻ്റെ കൂടെയുള്ള കുഞ്ഞു മരിച്ചു പോയായിരുന്നു. അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. മോന് ഒരു മാസത്തോളം അവൻ വെന്റിലേറ്ററിലും ഐസിയുലും ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ മാപ്പള വെച്ച് ബ്രദറിൻ്റെ മീറ്റിംഗ് നടന്നു. ആ സമയത്ത് എൻ്റെ പപ്പ വന്ന് പ്രാർത്ഥിച്ചു. എത്ര നാൾ ഐസിയുവിൽ കിടന്നു? ഒരു മാസത്തോളം ഏകദേശം വെന്റിലേറ്ററിലും ഐസിയുലുമായിട്ടൊക്കെ കിടന്നു. ഒരു മാസത്തോളം മെഡിക്കൽ കോളേജിലായിരുന്നു അവൻ. അവിടുന്ന് എൻ്റെ പപ്പ വന്ന് ബ്രദറിനെ കണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടായിരുന്നത്? അവന് ബോധവും ഇല്ലായിരുന്നു. 7-8 ദിവസത്തോളം അവന് ഒരു അനക്കം പോലും ഇല്ലാതെ കിടന്നതാണ്. കിട്ടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ആ അവസ്ഥയിലേക്ക് അവൻ പോയായിരുന്നു. തിരിച്ച് ജീവനോടെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയും ഡോക്ടർമാർ പറഞ്ഞില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിൽ 2-3 ഓപ്പറേഷനോളം അവന് ചെയ്തു. അതിന് സ്പൈനൽ കോഡിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. കിടപ്പായിരുന്നു. അവനെ ഒരു കാര്യങ്ങളും അവനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവൻ സംസാരിക്കത്തില്ലായിരുന്നു. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. ബ്രദറിനെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ടവല് കൊടുത്തു. അന്ന് എൻ്റെ പപ്പ ഐസിയുവിൽ കയറുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം കയറും. ആ സമയത്ത് ആ ടവല് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ എല്ലാം തുടച്ച് അത് അവിടെയുള്ളവർ കാണാതെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് 7 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയോളം കഴിഞ്ഞപ്പം പയ്യവന് മാറ്റം കണ്ടു തുടങ്ങി. അവർ സർജറി ചെയ്തു. ഇപ്പോൾ ഏകദേശം അവൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ കഴിയും അവനിപ്പോൾ. എത്ര നാളുകൾക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്? ഒരു വർഷമായി. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത്? ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു മാസം ആശുപത്രി കിടന്നു. എന്നാൽ സിസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു അല്ലേ? അല്ല, ഇവന്റെ പപ്പയാണ്. പപ്പ വന്നിരുന്നു. അവന്റെ പപ്പായെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ബ്രദറിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ ബ്രദർ പ്രാർത്ഥിച്ചൊരു ടവല് കൊടുത്തു. ആ ടവല് മോന്റെ മേൽ വെക്കുമായിരുന്നു. എന്നും ഐസിയുയിൽ ക്ലീൻ ചെയ്യാനായിട്ട് കയറുമ്പം അവന്റെ ശരീരത്തിൽ തുടയ്ക്കും. അതുകൊണ്ട് തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് മോൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു മേജർ ആക്സിഡന്റിൽ പറ്റിയതാണ്. ഏകദേശം 1 മാസത്തോളം വെന്റിലേറ്ററിലും ഐസിയുലുമായിട്ട് ഈ മകൻ കിടന്നു എന്നാണ് സാക്ഷ്യം പറയുന്നത്. എന്നാൽ അത്ഭുതകരമായൊരു വിടുതലാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവും അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി. കാരണം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ അപ്പം തന്നെ മരണപ്പെട്ടു. ഈ മകനും ഒരു ഓർമ്മയില്ലായിരുന്നു, അബോധാവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ ബ്രദർ പ്രാർത്ഥിച്ച് ഒരു ടവല് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ടവൽ ഉപയോഗിച്ച് ആ മകനെ ഐസിയുവിൽ കയറുമ്പോഴൊക്കെ അവൻ്റെ പപ്പ ക്ലീൻ ചെയ്യുമായിരുന്നു. എന്നാൽ അത്ഭുതകരമായ വിടുതലോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഇന്ന് ആ മകൻ നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മോന് പറയാമോ, ആ ദിവസം മോന് ആ സമയത്തൊന്നും ഒരു ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. 1 മാസം കഴിഞ്ഞപ്പോൾ മരണനിലയിൽ കിടന്ന മോനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. മോനിപ്പോ എന്തെങ്കിലും ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പൂർണ്ണ ആരോഗ്യത്തോടായിരിക്കുന്നു. മോന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ലോകത്തോട് വിട പറഞ്ഞു അല്ലേ? എന്നാൽ മോന് ജീവനിലേക്ക് മടങ്ങി വരാൻ കാരണമായത് യേശു മോനെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് മോൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടായിരിക്കുന്നു അല്ലേ? സന്തോഷമാണോ ഈ യേശുവിനെ സേവിക്കുന്നതില്? വിശ്വാസമാണ് അല്ലേ? മോൻ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. അനേകരുടെ നടുവിൽ മോനെ കർത്താവ് പ്രയോജനപ്പെടുത്താൻ ഇടവരട്ടെ.
ആൻറ്റി എന്താണ് ഈ യേശുവുമായി ബന്ധത്തിൽ? ആൻറ്റി നമുക്ക് അറിയാം, ആൻറ്റി ഇവിടെ വളരെ സുപരിചിതമായ ആളാണ്. ഈ ഫാമിലി ഇപ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുത്ത് നിൽക്കുന്നു അല്ലേ? അവർക്ക് വലിയ വിശ്വാസമുണ്ട്. വലിയ വിശ്വാസമുണ്ട്. എങ്കിലും അവനുണ്ടായ ഒരു സാക്ഷി, അവരുടെ ഉണ്ടായ വിടുതൽ അവരുടെ തീർച്ചയായിട്ടും ഇതൊരു മേജറായ ഒരു ഹീലിംഗ് ആണ് ആൻറ്റി. കാരണം തിരിച്ചു കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ വന്ന് മുമ്പേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് യേശുവിനല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ എല്ലാ ദിവസവും അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഐസിയുലായിരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ആ നാട് മുഴുവനും കുഞ്ഞുങ്ങൾക്ക് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരും, നാട് മുഴുവനും പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. കർത്താവ് മോനെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിർത്തിയിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞതിൽ? ഞങ്ങൾക്ക് ഒത്തിരി ആശ്ചര്യം തോന്നുന്ന ഒരു സാക്ഷ്യമാണ്. ഇനി മടക്കി കിട്ടത്തില്ലെന്ന് പറഞ്ഞ മോനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ട് കാണും, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു. അതുകൊണ്ട് വിശ്വാസമുള്ളവരെല്ലാം ചേർന്ന് ഒരിക്കൽ കൂടെ ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് സെബിനെ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആ യേശു ഇന്ന് ഐസിയുലൂടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രയാസത്തോടായിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെയും സൗഖ്യമാക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അത്ഭുതകരമായൊരു വിടുതലിലേക്ക് നടത്താൻ പോകുന്നു.